ഇന്നും പറയുന്നു, ഏറ്റവും എൻ്റെ 20 കൊല്ലം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു ഇന്നലെ. കാരണം എൻ്റെ ജയം അങ്ങനെയല്ല. പാർട്ടി ഈ ഇലക്ഷൻ ജയിച്ചു. 3 MLA അസംബ്ലിയിൽ പോന്നു. ഞങ്ങൾ ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിൻ്റെ ഇലക്ഷനാണെന്ന് ആദ്യം പറഞ്ഞപ്പോൾ അത് കൃത്യമായി ജനങ്ങൾ അത് അങ്ങനെയാണ് ഈ ഇലക്ഷൻ തീരുമാനിച്ചത്. ഒരു വലിയ മാറ്റം കേരളത്തിൽ കൊണ്ടുവന്നു നമ്മുടെ ജനങ്ങൾ. അത് ആണ് നടന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് നിർണായകമായ ഇലക്ഷനാവും. CPM പൊളിയും എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അത് തന്നെയാണ് നടന്നത്. ഈ ഇലക്ഷൻ ഒരു ആൻറ്റി CPM ഇലക്ഷനായി മാറി. ഈ ആൻറ്റി CPM വികാരം സൃഷ്ടിക്കാൻ BJP NDA കഴിഞ്ഞ 12 മാസത്തിൻ്റെ പ്രവർത്തനം ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനു മുമ്പ് BJP ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷന് മുമ്പ് എത്ര കൊല്ലം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് നാടിനു വേണ്ടി, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ വലിയൊരു മാറ്റം ഈ ഇലക്ഷൻ ജനങ്ങളൊരു അവസരം തന്നത്, ഇനി അസംബ്ലിയിൽ ഉള്ളിൽ പോയി ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരം BJPക്ക് തന്നത്. ഇതാണ് വലിയ മാറ്റം. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, BJP NDA മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടായിരുന്നു വികസിത കേരളം, വികസന രാഷ്ട്രീയം. 12 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു വികസന രാഷ്ട്രീയം. ഈ 3 MLA എന്നോട് ഇന്ന് ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞു, അല്ല നിങ്ങൾ 3 MLA 100 കോൺഗ്രസിൻ്റെ 100 MLA അപ്പം ഞാൻ പറഞ്ഞു, ഈ 3 പേര് മതി. അവരെ നോക്കാനും അവരെ കൃത്യമായൊരു സ്ട്രെയിറ്റ് ലൈനിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ 3 MLA മതി. ഇത് കാരണം ഇത് നരേന്ദ്രമോദിജീൻ്റെ BJP NDA 3 MLA. ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്, അഴിമതി രഹിത ഭരണം. ഈ നാട്ടിൽ കർണാടക പോലെ, തെലങ്കാന പോലെ കോൺഗ്രസ് അഴിമതി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ, വികസനത്തിന് എതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഈ MLA ഈ 3 MLA മതി അതെല്ലാം തടയാൻ, അത് നിർത്താൻ. ഇത് ഒരു വലിയ അവസരമായിട്ട് ഞാൻ കാണുന്നു. BJPക്കും ജനങ്ങൾക്കും ഈ നാടിൻ്റെ ഒരു ദിശയും ദശയും മാറ്റാൻ. ശരിയാണ്, 10 MLA ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. 140 MLA ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അത് ഈ ഇലക്ഷന് കിട്ടിയില്ല. അടുത്ത 2-3 ഇലക്ഷൻ കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ പോലെ അതും തുടങ്ങിയത് 5 MLA ഇപ്പോൾ 195 MLA വെസ്റ്റ് ബംഗാൾ. അപ്പോൾ സന്തോഷകരമായ ദിവസമാണ്. ഇത് ചെയ്തു തന്നത് കാൻഡിഡേറ്റ്സ് മാത്രമല്ല, നമ്മളുടെ പ്രവർത്തകരാണ്. ഞാനിത് കൃത്യമായി കണ്ടതാണ്. 2024 ഇവിടെ ലോക്സഭ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പുതിയ വ്യക്തിയായിരുന്നു. ആരും എന്നെ അറിഞ്ഞില്ല. എന്നിട്ടും എനിക്ക് കിട്ടിയ സ്നേഹവും പിന്തുണയും വോട്ട് ഞാൻ അന്നു മുതൽ ഒരു കടപ്പാടായിട്ട് കണ്ടതാണ്. ഇന്ന് ജനങ്ങൾ എനിക്കൊരു അവസരം തന്നു ആ കടപ്പാട് റീപേ ചെയ്യാൻ. അപ്പോൾ ഞാൻ കാണുന്നത്, എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ജനങ്ങളെ സേവിക്കാൻ, നിയമത്തിനൊരു വികസന നിയമമാക്കി മാറ്റാൻ. എൻ്റെ സുഹൃത്ത് മുരളിയേട്ടനും ഗോകുമാർജിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാട് അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിശ്വാസം ഞങ്ങളത് അപ്കീപ്പ് ചെയ്യും. ഈ വരുന്ന 5 കൊല്ലം ഒരു വലിയ മാറ്റം അസംബ്ലിയിൽ ഇന്ന് പ്രവർത്തിച്ച് ഉണ്ടാക്കും എന്ന്